ആനയെഴുന്നള്ളിപ്പ് വിഷയത്തിൽ ഹൈക്കോടതിയെ രൂക്ഷമായി വിമർശിച്ച് സുപ്രീം കോടതി. മൃഗാവകാശങ്ങളുടെ പേരിൽ ആചാരങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് ശരിയല്ലെന്ന് സുപ്രീം കോടതി. 3 മീറ്റർ അകലം പാലിക്കണമെന്ന് ആനകളോട് എങ്ങനെ നിർദ്ദേശിക്കാനാകും എന്ന് സുപ്രീം കോടതി ആരാഞ്ഞു. മൃഗാവകാശങ്ങളുടെ പേരിൽ ആചാരങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിനെയും സുപ്രീം കോടതി വിമർശിച്ചു. ചട്ടങ്ങളിൽ പോരായ്മയുണ്ടെങ്കിൽ അത് സർക്കാരുകളുടെ ശ്രദ്ധയിൽപ്പെടുത്തി നടപടി സ്വീകരിക്കുകയാണ് വേണ്ടിയിരുന്നതെന്നും ശൂന്യതയിൽ നിന്ന് ചട്ടങ്ങൾ രൂപവൽക്കരിക്കാനാകില്ലെന്നും ബെഞ്ച് നിരീക്ഷിച്ചു. ഹൈക്കോടതി പുറപ്പെടുവിച്ച മാർഗരേഖയിലെ നിർദ്ദേശങ്ങൾ പ്രായോഗികമല്ലെന്ന് സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി. മനുഷ്യരുടെ നീക്കങ്ങൾ പോലും പ്രവചിക്കാൻ കഴിയില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ എങ്ങനെയാണ് ആനകളുടെ നീക്കം പ്രവചിക്കാൻ സാധിക്കുക? പകൽ 9 മണി മുതൽ 5 മണി വരെ ആന എഴുന്നേൽപ്പ് പാടില്ലെന്ന ഹൈക്കോടതി നിർദ്ദേശവും അപ്രായോഗികമാണെന്ന് സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി. പകൽ സമയങ്ങളിലാണ് എഴുന്നേൽപ്പ് നടക്കുന്നത്. കർണാടകത്തിലും മറ്റും കാട്ടാനകളുടെ സഞ്ചാരം വൈദ്യുതി വേലികൾ ഉപയോഗിച്ച് തടയുകയാണ്. ഇത് മൃഗസ്നേഹികളുടെ സംഘടനകൾ തടയുന്നില്ലെന്നും സുപ്രീം കോടതി ആരാഞ്ഞു. മൃഗാവകാശങ്ങളുടെ പേരിൽ ആചാരങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് ശരിയല്ല. ആന എഴുന്നേൽപ്പുമായി ബന്ധപ്പെട്ട് ആനകൾക്കോ ഭക്തർക്കോ എന്തെങ്കിലും അപകടം ഉണ്ടാവുകയാണെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം ദേവസ്വങ്ങൾക്കായിരിക്കുമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. TCV തൃശൂർ.